കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ. വിറ്റാമിൻ എ. കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ എ. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദമുളവാക്കുന്ന വൈകല്യം. ഗ്ലോക്കോമ. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദമുളവാക്കുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ. കണ്ണിൻ്റെ ഏത് ന്യൂനത പരിഹരിക്കുവാനാണ് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്? അസ്റ്റിഗ്മാറ്റിസം. കണ്ണിൻ്റെ ഏത് ന്യൂനത പരിഹരിക്കുവാനാണ് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്? അസ്റ്റിഗ്മാറ്റിസം. ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ട്രോക്കോമ? കണ്ണിനെയാണ്. അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ട്രോക്കോമ? കണ്ണ്. കണ്ണുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഒഫ്താൽമോളജി. കണ്ണുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഒഫ്താൽമോളജി. തിമിരം കണ്ണിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? ലെൻസ്. തിമിരം കണ്ണിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? ലെൻസ്. ഏറ്റവും വലിയ കണ്ണുള്ള ജീവി? ഭീമൻ കണവ. ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഭീമൻ കണവ. കരയാതെ കണ്ണീരൊഴുക്കുന്ന ജീവി? സീൽ. കരയാതെ കണ്ണീരൊഴുക്കുന്ന ജീവി സീൽ. കരയിലെ കശേരുകികളിൽ ഏറ്റവും വലിയ കണ്ണുള്ള ജീവി? ഒട്ടകപ്പക്ഷി. കരയിലെ കശേരുകികളിൽ ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഒട്ടകപ്പക്ഷി. ഹൈപ്പർമെട്രോപ്പിയ ഏതവയവത്തെ ബാധിക്കുന്ന ന്യൂനതയാണ്? കണ്ണ്. ഹൈപ്പർമെട്രോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന ന്യൂനതയാണ്? കണ്ണ്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം? ലൈസോസൈം. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ലൈസോസൈം. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി? ലാക്രിമൽ ഗ്രന്ഥി. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥി. തലച്ചോറിനേക്കാൾ വലിപ്പമുള്ള കണ്ണുള്ള പക്ഷി? ഒട്ടകപ്പക്ഷി. തലച്ചോറിനേക്കാൾ വലിപ്പമുള്ള കണ്ണുള്ള പക്ഷി ഒട്ടക പക്ഷി. TV സ്ക്രീനിൽ ചലിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് കണ്ണിൻ്റെ ഏതു പ്രത്യേകത മൂലമാണ്? സമജ്ജനക്ഷമത. TV സ്ക്രീനിൽ ചലിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് കണ്ണിൻ്റെ ഏതു പ്രത്യേകത മൂലമാണ്? സമജ്ഞതക്ഷമത. കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ? വിറ്റാമിൻ എ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ എ. ഏതു വിറ്റാമിൻ്റെ അഭാവത്തിലാണ് നിശാന്തത ഉണ്ടാകുന്നത്? വിറ്റാമിൻ എയുടെ അഭാവം മൂലം. ഏതു വിറ്റാമിൻ്റെ അഭാവത്തിലാണ് നിശാന്തത ഉണ്ടാകുന്നത്? വിറ്റാമിൻ എ. വെള്ളെഴുത്ത് എന്ന നേത്രരോഗത്തിൻ്റെ ശാസ്ത്രനാമം? പ്രസ്ബയോപ്പിയ. വെള്ളെഴുത്ത് എന്ന നേത്രരോഗത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് പ്രസ്ബയോപ്പിയ. മനുഷ്യനേത്രത്തിൽ നിറങ്ങൾ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന കോശങ്ങൾക്ക് പറയുന്ന പേര്? കോൺ കോശങ്ങൾ. മനുഷ്യനേത്രത്തിൽ നിറങ്ങൾ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന കോശങ്ങൾക്ക് പറയുന്ന പേര് കോൺ കോശങ്ങൾ. മനുഷ്യനേത്രത്തിൽ പ്രതിബിംബം ഉണ്ടാക്കുന്ന സ്ഥലം? റെറ്റിന. മനുഷ്യനേത്രത്തിൽ പ്രതിബിംബം ഉണ്ടാക്കുന്ന സ്ഥലം റെറ്റിന. ഇന്ത്യയിലെ ആദ്യത്തെ നേത്ര ബാങ്ക് സ്ഥാപിതമായ നഗരം? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ നേത്ര ബാങ്ക് സ്ഥാപിതമായ നഗരം കൊൽക്കത്ത. നേത്രദാനത്തിനായി ഉപയോഗിക്കുന്ന ഭാഗം? കോർണിയ. നേത്രദാനത്തിനായി ഉപയോഗിക്കുന്ന ഭാഗം കോർണിയ. നേത്രത്തിൻ്റെ വ്യാസം? 2.5 സെൻറ്റിമീറ്റർ. നേത്രത്തിൻ്റെ വ്യാസം 2.5 സെൻറ്റിമീറ്റർ. കാഴ്ച കൊണ്ടല്ലാതെ വഴിയറിയുന്ന സസ്തനി? വവ്വാൽ. കാഴ്ച കൊണ്ടല്ലാതെ വഴി അറിയുന്ന സസ്തനി? വവ്വാൽ. മനുഷ്യന് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം? നികടബിന്ദു എത്ര സെൻറ്റിമീറ്ററാണ്? 25 സെൻറ്റിമീറ്റർ. മനുഷ്യന് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം അല്ലെങ്കിൽ നികടബിന്ദു എത്ര സെൻറ്റിമീറ്ററാണ്? 25 സെൻറ്റിമീറ്റർ.
കാഴ്ചയില്ലാത്തവർ എഴുതുവാൻ ഉപയോഗിക്കുന്ന ലിപി ബ്രെയിൻലി ലിപി. കാഴ്ചയില്ലാത്തവർ എഴുതുവാൻ ഉപയോഗിക്കുന്ന ലിപി ബ്രെയിലി ലിപി. സ്നെല്ലർ ചാർട്ട് എന്ത് പരിശോധിക്കുവാൻ ഉപയോഗിക്കുന്നു? കാഴ്ചശക്തി. സ്നെല്ലർ ചാർട്ട് എന്ത് പരിശോധിക്കുവാൻ ഉപയോഗിക്കുന്നു? കാഴ്ചശക്തി. ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്ന ശരീരഭാഗം കണ്ണ്. ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്ന ശരീരഭാഗം കണ്ണ്.